ഈ വീഡിയോയിൽ അത് ഞാനാണ് കേട്ടോ ഇന്ന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വന്നേക്കുന്നത്. എന്താണെന്നറിയുമോ, നമ്മൾ അതിലൂടെ തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് കിച്ച്. പിന്നെ ഇവരുടെ കൂടെ അന്ന് കൂടാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാനന്ന് വേറൊരു യാത്രയിലായിരുന്നേ. അങ്ങനെ നട്ടം കുരുക്കാത്ത വെയിലത്ത് നമ്മുടെ പെങ്കൊച്ചുങ്ങൾ പോയേക്കുന്നത് തൂക്കുപാലത്തിലേക്കാണ്. ചൂടിൻ്റെ ആഴം അതിലൂടെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ പുനലൂരിനെ ഹൈലൈറ്റ് ആക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ കൊടും ചൂട്, പിന്നെ നമ്മുടെ തൂക്കുപാലം. പുനലൂരിനെ അറിയപ്പെടുന്നത് തന്നെ തൂക്കുപാലത്തിൻ്റെ നാട് എന്നാണ്. തൂക്കുപാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ 1877 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് തന്ന സംഭാവനകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ തൂക്കുപാലം. ആദ്യമൊക്കെ മെയിൻ ഗതാഗത പാതയായിരുന്നു ഇത്. ആന വരെ ഈ വഴി നടന്നു പോയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ പ്രധാന ഹൈലൈറ്റാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള 4 കിണറുകളെ. അതിലൊന്നിലാണ് ഇതിൻ്റെ താഴെ ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ആർക്കും വേണ്ടാതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു നമ്മുടെ തൂക്കുപാലം. നമ്മുടെ നഗരസഭാ സാരഥികളാണ് ഇതിങ്ങനെ മിനുക്കിയെടുത്തത്. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നടന്ന ക്ഷീണത്തിലായെന്ന് തോന്നുന്നു. നമ്മുടെ അതുല്യ അവിടെ അങ്ങ് ഇരിപ്പായി. അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവർ തിരിച്ച് വീട്ടിലോട്ട്. ഇഷ്ടപ്പെട്ട ഷെയറിലേക്കും ചെയ്യണേ.